എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലായി. എല്ലാവരുടെയും സംശയങ്ങളിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ വരാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഗോൾഡ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾ സ്വർണ്ണവില വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഹെവി സ്റ്റോയിച്ച് ന്യൂ അപ്ഡേറ്റ് നൽകുക. റിയ ഫെബ്രുവരി 10 സ്വർണ്ണവില എന്താവും, കൂടോ കുറയോ എന്ന് ചോദിച്ചു. റീനു 10,000 ആയിട്ട് വാങ്ങുക. അതൊന്നും 10,000 ഒരു കാലത്തും ആവില്ല. 40,000 പോലും ആവില്ല. 99% ആക്കില്ല. 45,000 പോലും ആകില്ല. ചോദിച്ചിട്ട് എന്താ വെച്ചാൽ എന്നാ മേടിക്കേണ്ടത് എന്നാണ് ചോദ്യം. അങ്ങനെ ഒരുപാട് പേരുടെ സംശയങ്ങളുണ്ട്. അതിന് മുമ്പ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എത്രയും പെട്ടെന്ന് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ, യുദ്ധങ്ങളിൽ അവസാനിക്കട്ടെ, നിരപരാധികൾ കൊല്ലപ്പെടുന്ന അവസാനിക്കട്ടെ എന്ന് പറയുന്നത്. 145 ബോംബുകളാണ് ഇസ്രായേലിൽ അറ്റാക്ക് ചെയ്തത്. ലെബനോണിൽ ഭയങ്കരമായ രീതിയിൽ അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത്. ഗാസയിലും അറ്റാക്ക് നടത്തുന്നുണ്ട്. ഗാസയിൽ നോർത്തേൺ ഗാസയിൽ ഒരു ഇസ്രായേൽ പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെ വീടിന് നേരെ ആക്രമണം വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും 113 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഫർദർ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല. 1,43,799 പേര് കൊല്ലപ്പെട്ടു ഗാസയിൽ എന്ന് പറയുന്നു. പക്ഷേ പരിക്കേറ്റവരുടെ എണ്ണം പറയുന്നു 1,36,001 മാത്രം. അപ്പോൾ 1,03,601. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ മനസ്സിലാവുന്നില്ല. അത്രയും പേര് കൊല്ലപ്പെടുമ്പോൾ എന്തായാലും പരിക്കേറ്റവരുടെ എണ്ണം അതിലേറെ കൂടുതലായിരിക്കാം. ഓക്കെ, എന്നുള്ള റിപ്പോർട്ട് അങ്ങനെയാണ് വരുന്നത് എന്നുള്ളൂ. ലെബനോണിലെ 3,452 പേര് കൊല്ലപ്പെട്ടു. യുദ്ധം ഇപ്പോഴും ഉണ്ട് എന്ന് ഇന്ത്യയിൽ പറയുന്നത്. ഇപ്പോഴും അറ്റാക്ക് നടക്കുന്നുണ്ട്. സമാധാനം വരുന്നില്ല എന്നുള്ള ഒരു ദുഃഖം ഉണ്ട്. ഹിസ്ബുള്ള ഇസ്രായേലും ശരിക്കുള്ള കണക്ക് പുറത്തേക്ക് പറയുന്നില്ലെന്നൊക്കെ ചില ഖത്തറിലിരുന്നാണ്ട് ഓരോ അനലിസ്റ്റുകളൊക്കെ പറഞ്ഞതായിട്ട് അൽ ജസീറ പറയുന്നുണ്ട്. അവർക്ക് വരുന്ന നാശനഷ്ടങ്ങൾ ശരിക്കാനായിട്ട് പറയുന്നില്ല. അതൊന്നും നമുക്ക് പറയാൻ വയ്യ. നമുക്ക് പറഞ്ഞത് ഓക്കെ എന്നുള്ളത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. എവാക്വേഷൻ ഓർഡർ ലെബനോണിൽ വീണ്ടും കൊടുത്തേക്കാണ്. ഇത് ആക്രമണം ട്രംപ് വന്നതിന് ശേഷം ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള എവാക്വേഷൻ ഓർഡേഴ്സും മറ്റുള്ളതൊക്കെയാണുള്ളത്. പിന്നെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഷോൾസ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ ഷോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷോൾസ് പുടിനെ വിളിച്ചിട്ട് പറഞ്ഞു യുദ്ധം അവസാനിപ്പിച്ച് എല്ലാവരെയും ബാക്കിലേക്ക് വലിക്കണം എന്നൊക്കെ പറഞ്ഞു റിപ്പോർട്ട് ചെയ്തത്. പുടിൻ പറഞ്ഞു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കണം. ഇപ്പോൾ ഉള്ള ടെറിട്ടറി അതേപോലെ യുദ്ധം തുടങ്ങാൻ കാരണമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നാറ്റോയിൽ പ്രവേശിക്കുന്നത്, അതിലൊക്കെ ഒരു തീരുമാനമൊക്കെ വേണമെന്ന് പുടിൻ പറഞ്ഞ് അതിൽ നിർത്തി. സെലൻസ്കി പറഞ്ഞ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കും എന്നാണ്. ഇപ്പോഴും ഡിഫൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യുക്രൈൻ്റെ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും അത് സീസ് ഫയർ ടോക്സ് എന്തായാലും ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഇതിൽ അത് വരും. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് $2,562 അപ്പോൾ ഗോൾഡ് ഇനിയും താഴേക്ക് വരും. ഭയങ്കര ആക്രമണം നടക്കുന്നുണ്ട്. ഹിസ്ബുള്ള ഇസ്രായേലും ഭയങ്കര ആക്രമണം നടക്കുന്നുണ്ട്. ഒരു ഭാഗം അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഗോൾഡ് $2,562. കേരളത്തിൽ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55,480 രൂപയാണ്. അഖില എന്നാണ് മേടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ എപ്പോൾ വാങ്ങുന്നതിനും കുഴപ്പമില്ല, ഏത് സമയത്തും വാങ്ങുന്നതിനും കുഴപ്പമില്ല. പിന്നെ ഇന്ത്യയിൽ പറഞ്ഞല്ലോ, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ സ്വർണ്ണവില തകർന്ന് അടിയാൻ പോയപ്പോൾ തന്നെ ഇന്ത്യയിൽ പറഞ്ഞു എല്ലാവരോടും വാങ്ങാനുള്ള ആളുകളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സ്വർണ്ണവില കുറേ താഴേക്ക് വരും. അതൊരു സിഗ്നലാണ്. ആ സമയത്ത് ഇങ്ങനെ താഴേക്ക് വരിക എന്നുള്ള സൂചന എന്തെങ്കിലും നൽകി. അതേപോലെ ഇനി വാങ്ങാൻ തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴേക്ക് പോക്കുണ്ടല്ലോ, ഇത് എപ്പോൾ നിൽക്കുന്നു എന്നുള്ളത് കാണണം. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ 3 വർഷത്തെ ഏറ്റവും വേസ്റ്റ് വീക്ക് ആയിരുന്നു ഗോൾഡിനെ സംബന്ധിച്ച്. 4% ഇടിവ് കഴിഞ്ഞ ആഴ്ച വന്ന്. അപ്പോൾ താഴേക്ക് ഇനിയും വരും എന്നുള്ളതാണ് ഇതുള്ളത്. അതുകൊണ്ട് താഴേക്ക് എത്തിയിട്ട് ഞാൻ ഉയർച്ചയുടെ ട്രാൻസിഷൻ ടൈം ഉണ്ടല്ലോ, അവിടെയാണ് മേടിക്കാൻ ഇനി അങ്ങനെ അത്ര കൂടുതൽ നോക്കുന്ന ആളുകൾക്കുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ താഴേക്ക് ഇനിയും വരും. അത് ആ പോയിൻ്റ് ആ സമയത്തുള്ള ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മറ്റുള്ള മാക്രോ ആൻഡ് ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് അപ്പോഴാണ് അത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും താഴേക്ക് വരുന്ന ഒരു പോയിൻ്റാണ്. പിന്നെ ഫെബ്രുവരി 10 എന്താവുന്നില്ല. ഫെബ്രുവരി അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇനിയിപ്പോൾ ഡിസംബറിൽ റേറ്റ് കട്ട് ഉണ്ടാവും. അത് ഗോൾഡിന് ഉണ്ടാവില്ല, നമ്മൾ നോക്കണം എത്രയാണുള്ളത്. 0.5% റേറ്റ് കട്ട് 62% ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഗോൾഡിന് ചെറിയ ഇതാണ്. പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല. കാരണം വേറെ ആളാണ് അത് ഭരിക്കാൻ പോകുന്നത് ജനുവരിയിൽ. അപ്പോൾ ആ ഒരു സ്പീച്ച് എന്താണ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളത്, ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും ഫെബ്രുവരി 10 കാര്യങ്ങളൊക്കെ. എന്തായാലും വലിയ രീതിയിലുള്ള ആ ഒരു സമയത്തേക്ക് പിന്നെ ഈ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് പോവില്ല. ട്രംപിന് ഓഫീസിലെത്തി സോൾവ് ആക്കാൻ കഴിയുമെങ്കിൽ ഓക്കെ, ഈ ഒരു റേഞ്ചിലായിരിക്കും ഗോൾഡ് അപ്പോൾ ഉണ്ടായേക്കാവുക ഇപ്പോൾ ഉള്ള. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ അപ്ഡേറ്റ് നൽകി. ഓക്കെ, അതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും നല്ല ഒരു പോളിസി. സ്വർണ്ണവില താഴേക്ക് ഇനിയും വരും എന്നുള്ളത് തന്നെ നമ്മൾ ഈ നിഗമനത്തിൽ ഇപ്പോൾ
ട്രംപ് ഓഫീസിലേക്ക് പോകുന്ന ഈ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നാളെ പറയുകയാണെങ്കിൽ സ്വർണ്ണവിലയിൽ വലിയ മാറ്റം ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇവിടെ നിലനിൽക്കുന്നുമുണ്ട്. വേറൊരു വലിയ സാധനം ഉണ്ടായിട്ടില്ല. എന്നാൽ ട്രംപിൻ്റെ ഒരു വരവോട് സീസ് ഫെയർ ടോക്സിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതിൽ രണ്ടും ബാലൻസ് ചെയ്ത് പോവുകയും എന്നാൽ ഹയർ ലെവലിലേക്ക് കൂടുതൽ പോയതുകൊണ്ട് ട്രംപിൻ്റെ സീസ് ഫെയർ പ്രതീക്ഷ സ്വർണ്ണവില മെല്ലെ നെക്സ്റ്റ് വീക്കിലും താഴേക്ക് പോയേക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.